എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം പി ആർ മുരളി. എല്ലാവർക്കും പെർഫെക്റ്റ് നൊട്ടേഷൻസ് ട്യൂട്ടോറിയൽ ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പൂമാനമേ ഒരു രാഗമേഘം താ എന്ന ഗാനത്തിൻ്റെ ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ടാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ട് സെക്കൻഡ് ബാക്ക്ഗ്രൗണ്ടും രണ്ടും രണ്ട് ആണ്. അപ്പോൾ ഫസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകുമ്പോൾ ആദ്യം 12 string ഗിറ്റാർ തന്നെ 1 2 3 4 ഗാമ ഗമ ഗ 1 മ ഗമ ഗ ഗാമ ഗമ ഗ 1 മ ഗമ ഗ ഗാമ ഗമ ഗ 1 മ ഗമ ഗ ഗാമ ഗമ ഗ 1 മ ഗമ ഗ. അങ്ങനെയാണ് ഈ 12 സ്ട്രിങ്ങുകൾ 12 string ഗിറ്റാർ വായിക്കുന്നത്. അങ്ങനെ 2 പ്രാവശ്യം വായിക്കും. ഗമ ഗമ ഗ 1 മ ഗമ ഗ ഗമ ഗമ ഗ 1 മ ഗമ ഗ എന്ന് വായിക്കുമ്പോൾ വേറൊരു ഗിറ്റാർ ഗമ ഗമ ഗ 1 മ ഗമ ഗ പദ 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 നി ധനി സ പദ 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 നി ധനി സ പദ 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 നി ധനി സ എന്ന് പോകും. ഒരു ഗിറ്റാർ ഗമ ഗമ ഗ 1 മ ഗമ ഗ ഗമ ഗമ ഗ 1 മ ഗമ ഗ എന്ന് വായിക്കും 2 പ്രാവശ്യം. വേറൊരു ഗിറ്റാർ ഗമ ഗമ ഗ 1 മ ഗമ ഗ പദ 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 നി ധനി സ പദ 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 നി ധനി സ പദ അവിടെ ചെയ്താ പദ 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 നി ധനി സ. അപ്പൊ രണ്ടാമത്തെ ഗിറ്റാർ അങ്ങനെ പോകും. പദ 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 നി ധനി സ പദ 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 നി ധനി സ. അതിൻ്റെ കൂടെ ഗിറ്റാർ ബേസ് ഗിറ്റാറിൽ പരി സരി സ വണ്ടി സരി സ പരി സരി സ വണ്ടി സരി സ പരി സരി സ വണ്ടി സരി സ പരി സരി സ വണ്ടി സരി സ. അത് ബേസിൽ പരി സരി സ സരി സ പരി സരി സ വണ്ടി സരി സ. അത് കണ്ട് സിന്തസൈസറിന്റെ കീബോർഡിലെ സിന്തസൈസർ ഇലക്ട്രോൺ ദപഗസ 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 എക്കോടന മാതിരി ദപഗസ ചെറിയതാ തന്നെ ദപഗസ 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 ദപഗസ. അത് 4 തവണ വരും. ദപഗസ 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 ദപഗസ. ഇങ്ങനെ വോളിയം കുറഞ്ഞു വരും. അത് ചെറിയതാ തന്നെ ചെറിയതാ ചെറിയ. ഇങ്ങനെ എക്കോ വരുന്ന പോലെ ഒരു സെക്ഷൻ ഒന്നിട്ട് വായിക്കാം. അപ്പൊ രണ്ടാമത്തെ ഗിറ്റാർ ഉണ്ടെങ്കിൽ വായിക്കാം. അത് കഴിഞ്ഞിട്ട് അത് വരും. ഇത് കഴിഞ്ഞിട്ട് വരുന്നത് വയലിനാണ്. ഹൈ ഗ്രൂപ്പ് വയലിൻ വെസ്റ്റേൺ വയലിൻ. ദിഗരി പാ ദിഗരി പാ ദിഗരി 1 പാ 1 2 3 4 ദിഗരി 1 പാ 1 2 3 4 അങ്ങനെ വരും. അതിന് മേലെ ഗിറ്റാർ സന്തൂരും കൂടി ദിഗരി പ വണ്ട പ ദ പ ദിഗരി പ വണ്ട പ ദ പ. അത് ചെറിയതാ ദ പ ദ പ ദിഗരി പ വണ്ട പ ദ പ ദിഗരി പ വണ്ട പ ദ പ. ചെറിയതാ ഫ്ലൂട്ടിൽ ഹാഫ് ഫ്ലൂട്ട് വരും. അതിൻ്റെ ഗിറ്റാറിൻ്റെ ഒരു പീസ് വരും. നിധനി മമ മദ പദ ഗ ഗ ഗ പ പ ദി 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 മ ഗ മ സ സ സ ഗ രി സ നി പ. നിധനി വലുതാ
നിധനി മമ്മ ദ പദ ചെറുത ദ പദ ഗ ഗ ഗ പ മ പ രി 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 മ ഗ മ സ സ സ ഗ രി സ നി പ. അത് സ്പീഡിൽ അറിയാം. നിധനി മമ്മ ദ പദ ഗ ഗ പ മ പ രി 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 മ ഗ മ സ സ സ ഗ രി സ നി പ. നമുക്ക് താഴത്തെ പാ കിട്ടില്ല. ഇങ്ങനെ വരും. ഗിറ്റാറിൻ്റെ ഗരി സനി പ എന്നുള്ളതിൻ്റെ ഇടയ്ക്കുന്ന് വയലിൻ വരും, വെസ്റ്റേൺ വയലിൻ. 1 2 3 ഗരി സാരി ഗ പദമ ഗരി സാരി ഗ പദമ. അവിടെ ചെറിയതാ പദമ ഗരി സാരി ഗ പദമ. 1 2 3. അത് കഴിഞ്ഞിട്ട് ദപമ പദ നി സ പ. 1 2 3 ദപമ പദ നി സ പ ദപമ പദ ചെറിയത നി സ പ ദപമ പദ നി സ പ. ഈ വയലിൻ്റെ കൂടെ ചെല്ലോ എന്ന് പറഞ്ഞ വലിയ ബേസ് വയലിൻ, ബേസ് റേഞ്ച് വായിക്കുന്നത്. അതിൻ്റെ കൂടെ ഗരി ഗമ സ ഗ ഗമ സ 1 ഗ സ അങ്ങനെ വായിക്കും. ഗമ സ 1 ഗ സ ഗമ സ 1 ഗ സ 2 3 4. സാരി ഗ പദമ അതിൻ്റെ കൂടെ വേണ്ടത് ഗ മ സ ഗ സ. പിന്നെ തപ മ പദ നി സ പ. അതിലൂടെ രി സ നി രി ഗ രി സ നി 1 രി ഗ രി സ നി 1 രി ഗ. ഇത് ചെല്ലാം. ഇത് രണ്ടും കണക്ട് ചെയ്ത് കിടക്കുകയാണ്, രണ്ടും ചേർന്ന്. അതിൻ്റെ കൂടെ ചെല്ലോ. കീബോർഡിൽ ഫ്ലൂട്ടിൻ്റെ ടോണിട്ട് ഗരി സാരി ഗ പദവ ധനിത മ ധനിത മ ദ ധനിത ചെറുത സാരി ഗ പദമ. നവമ പദ നി സ പ പരിഭഗ 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 പ. ധനിതമ 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 ദ 1 പ ഗ പ ഗ പ ഗ പ. പ്ലെയിനായിട്ട് പറയുമ്പോൾ അങ്ങനെ വരും. ദ മ ദ മ ദ മ ദ 1 പ ഗ പ ഗ പ ഗ പ. സാരി ഗ പ ദ മ മ പ ദ നി സ പ. അത് കഴിഞ്ഞിട്ട് ഫ്ലൂട്ടും ഗിറ്റാറും കൂടി വരും. സ നി നി പ പ മ മ ഗ ഗ മ പ സ സ ഗ മ. സ നി നി പ പ മ മ ഗ ഗ മ പ സ സ ഗ മ. ആ സാ വായിക്കുമ്പോൾ സരി സനി നി സനി പ പദ പ മ മ പ മ ഗ. സരി സനി നി സനി പ പദ പ മ മ പ മ ഗ.
ഗമ പ സ ഗമ സ നി പ പ മ ഗമ പ സ ഗമ. അത് കഴിഞ്ഞിട്ട് വയലിൻസ് മുകളിൽ 1 2 3 നി സഗ സനി സഗ സനി സഗ സനി സഗ സനി. പിന്നെ താഴെ സരി ഗ പ നി സ പ സരി ഗ പ നി സ പ 1 2 3 1 2 3. അങ്ങനെ വരും. അവസാനത്തെ സരി ഗ പ നി സ പ അതിൻ്റെ കൂടെ ബേസ് ഗിറ്റാറും സെയിം വായിക്കുന്നുണ്ട്. ടൺ 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 ടൺ. അങ്ങനെ ബേസ് ഗിറ്റാറും വായിച്ചിട്ടുണ്ട്. ബീജി മൊത്തമായിട്ടൊന്ന് വായിക്കാൻ നോക്കാം. 1 2 3 4. അപ്പോൾ ആ താഴത്താണ്. ഒന്നുകൂടി ഒന്ന് വായിക്കാൻ ശ്രമിക്കാം. ഇതാണ് ഇതിൻ്റെ ഫുൾ ബി ജി. ഇതെല്ലാം കൂടി വായിക്കുമ്പോൾ നമുക്ക് വളരെയധികം കഷ്ടപ്പെട്ടു പോകും. ഇത് എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫ്ലൂട്ടിൽ ഇത് വായിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എങ്കിലും ഞാൻ വായിക്കാൻ ശ്രമിച്ചതാണ്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. അതുകൂടാതെ മനസ്സിലാവാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ 9447200365 എന്ന നമ്പറിൽ വിളിച്ച് സംശയങ്ങൾ തീർക്കേണ്ടതാണ്. ഇത് ഇഷ്ടമായെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാ കൂട്ടുകാരിലേക്കും ഇത് എത്തിച്ച് നമ്മുടെ പ്രോഗ്രാം വിജയിപ്പിക്കണം. ബെല്ലൈക്കൺ അടിച്ചാൽ ഞാൻ ഇടുന്ന ഓരോ പാട്ടുകളും നിങ്ങൾക്ക് നേരെ കിട്ടും. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൻ്റെ ആനുകൂല്യമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും നമസ്കാരം. Thank you.